നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സ്വർണ്ണക്കടത്ത്, സ്വർണം പൊട്ടിക്കൽ, ഇങ്ങനെയുള്ള പല വിവാദങ്ങളാണ് ഇന്ന് കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്നത്. ഒരു കാലത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടാണ് സ്വർണ്ണക്കടത്തുമായി ഇട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നതെങ്കിൽ ഇന്നിപ്പോൾ പോലീസിന് നേരെ ഉയർന്നിരിക്കുന്നു. പോലീസ് സ്വർണം പൊട്ടിക്കുന്നു എന്ന് പറയുന്നു. തിരിച്ച് പോലീസിന് വേണ്ടി മുഖ്യമന്ത്രി അങ്ങോട്ട് ഈ ആരോപണം ഉന്നയിച്ചവർക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അതായത് ഇങ്ങനെയൊക്കെ പറയുന്നത് പോലീസിൻ്റെ ആത്മവീര്യം കെടുത്താനാണ്. സ്വർണ്ണക്കടത്തുകാരെ അടപടലം പൂട്ടുകയാണ് തൻ്റെ പോലീസ്. അതിനെതിരെയുള്ള ഇവരുടെ പ്രതികാരമാണ് ഈ പറയുന്ന ആരോപണങ്ങൾ എന്നൊക്കെ മുഖ്യമന്ത്രിയും തിരിച്ചടിക്കുന്നു. ഇന്നിപ്പോൾ KT ജലീൽ മുസ്ലിം ലീഗും സ്വർണ്ണക്കടത്തുമായുള്ള ബന്ധത്തെക്കുറിച്ച് പല ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളും പറയുന്നു. ഇങ്ങനെ സ്വർണ്ണക്കടത്ത്, സ്വർണം പൊട്ടിക്കൽ, ഇതൊക്കെ വലിയ ചർച്ചാ വിഷയമാവുകയാണ് കേരളത്തിൽ. ഈ സമയത്താണ് കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളുടേത് എന്ന് പറയുന്ന, അതായത് ഇൻ്റലിജൻസ് ബ്യൂറോയുടെയും റോയുടെയും ഒക്കെ എന്ന് പറയപ്പെടുന്ന ഒരു റിപ്പോർട്ട് പുറത്തു വന്നതിനെക്കുറിച്ച് ചില മാധ്യമങ്ങൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. അത് മറ്റൊന്നുമല്ല, ഈ പറയുന്ന വാർത്തകൾ അനുസരിച്ച് കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്നത് മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ്. അതായത് 50 കോടി രൂപ മിഡിൽ ഈസ്റ്റിൽ നിന്നും കേരളത്തിലേക്ക് ഹവാലയായി എത്തിയിട്ടുണ്ട് എന്നാണ്. 50 കോടി രൂപ എത്തുന്നുണ്ട്. ഇതിൻ്റെ ആദ്യ ഗഡു എന്തോ എത്തിയിട്ടുണ്ട് എന്നോ മറ്റുമാണ് ഈ റിപ്പോർട്ടിലുള്ളത്. ഈ എന്തിനാണ് ഹവാല പണം, 50 കോടി രൂപയുടെ ഇത്രയും വലിയ ഹവാല പണം കേരളത്തിലേക്ക് എത്തിയത് എന്ന് ചോദിച്ചാൽ അത് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സ്വർണ്ണക്കടത്ത് അതിനെ സുഗമമാക്കാനാണ് എന്നാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്. അതായത് സ്വർണ്ണക്കടത്ത് നടത്തുന്ന ചില പാവപ്പെട്ട മാഫിയ പ്രവർത്തകരുണ്ടല്ലോ, PV അൻവറിൻ്റെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ ഇവരൊക്കെ പാവങ്ങളാണ്. ഇവരാണ് ഈ സ്വർണ്ണക്കടത്ത് നടത്തുന്നത്. ഈ സ്വർണ്ണക്കടത്ത് നടത്താൻ കേരളത്തിൽ ചില ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ നേരിടുന്നുണ്ട്. പണ്ട് കസ്റ്റംസിനെ മാത്രം പേടിച്ചാൽ മതി, ഇപ്പോൾ കസ്റ്റംസിനെ മാത്രമല്ല പോലീസിനെയും പേടിക്കണമെന്നായി. നരേന്ദ്രമോദി സർക്കാർ ക്രിമിനൽ നിയമങ്ങളൊക്കെ പരിഷ്കരിച്ചപ്പോൾ ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് സ്വർണ്ണക്കടത്ത് വിമാനത്താവളത്തിന് പുറത്തു വെച്ച് പിടിച്ചാൽ പോലീസിന് നടപടികളുമായി മുന്നോട്ട് പോകാം. കസ്റ്റംസിന് ഇതിൻ്റെ ടാക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മാത്രമേ നടപടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. മാത്രമല്ല 10 ലക്ഷത്തിന് മുകളിൽ സ്വർണം പിടിച്ചാൽ മാത്രമേ ഇത്തരത്തിലുള്ള കടുത്ത നടപടികളിലേക്ക് കടക്കാനും കഴിയൂ. പക്ഷേ ഇപ്പോൾ പോലീസ് അങ്ങനെയല്ല. പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ നേരെ ജയിലിലേക്കാണ്. കൂടുതൽ ശിക്ഷാ നടപടികൾ അത് അനുഭവിക്കേണ്ടി വരുന്നു. ഇത് സ്വർണ്ണക്കടത്തിന് വലിയ വിഘാതമാണ്. അവിടെ നിന്നും എന്ത് വിശ്വസിച്ച് ഈ സ്വർണം ഇങ്ങോട്ട് കടത്തും? കാരണം കേരള പോലീസ് ഇവിടെ വല വിരിച്ചു നിൽക്കുകയാണ്. അതുകൊണ്ട് ഈ സ്വർണം കടത്തുന്ന ആളുകൾ ഈ വലിയ രീതിയിൽ ഇപ്പോൾ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. അതുകൊണ്ട് ഈ സ്വർണ്ണക്കടത്തിനെതിരെ പ്രവർത്തിക്കുന്ന പോലീസുകാരെ സ്വാധീനിക്കുക, അവരെ ഭീഷണിപ്പെടുത്തുക, അവർക്കെതിരെയുള്ള പ്രചരണം നടത്തുക, ഈ 3 കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് 50 കോടി രൂപ കേരളത്തിലേക്ക് വന്നിട്ടുള്ളത് എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അതായത് സ്വർണ്ണക്കടത്തിന് വിഘാതം നിൽക്കുന്ന ശക്തികൾ, അത് രാഷ്ട്രീയ ശക്തികളായിക്കോട്ടെ ഉദ്യോഗസ്ഥ ശക്തികളായിക്കോട്ടെ, അവരെ ഇല്ലായ്മ ചെയ്യാൻ, അവരെ സ്വാധീനിക്കാനൊക്കെ ഇവിടെ ഈ സ്വർണ്ണക്കടത്ത് മാഫിയ സംഘങ്ങൾ വിദേശത്തു നിന്നും 50 കോടി രൂപയുടെ ഹവാല പണം കൊണ്ടുവന്നിട്ടുണ്ട് എന്ന വാർത്തയാണ് ഈ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഇത് രഹസ്യാന്വേഷണ ഏജൻസികൾ ആഭ്യന്തര വകുപ്പിന് നൽകിയ റിപ്പോർട്ടാണത്രേ. ഇതനുസരിച്ച് കേരളത്തിൽ ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ പ്രത്യേകം കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കേരളത്തിൽ നിന്നേക്ക് കേന്ദ്ര ഏജൻസികൾ ഇനി വരും ദിവസങ്ങളിൽ വരാനും റെയ്ഡ് നടത്താനും കേസ് അന്വേഷണം നടത്താനും ചില ആളുകളെ കസ്റ്റഡിയിലെടുക്കാനും ഒക്കെ സാധ്യതയുണ്ട് എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ഇപ്പോഴെന്തായാലും കേരളത്തിൽ നടന്നു വരുന്ന ചില വാദപ്രതിവാദങ്ങൾ, അതോടൊപ്പം തന്നെ രാഷ്ട്രീയ ചർച്ചകൾ, ഇതെല്ലാം സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടതാണല്ലോ. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു റിപ്പോർട്ട് അത് ശരിയാണ് എങ്കിൽ തീർച്ചയായും ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇനി അത് അല്ല, അതൊരു ഫ്രെയിം ചെയ്യപ്പെട്ട വാർത്തയാണ് എങ്കിൽ തീർച്ചയായും ഈ രാഷ്ട്രീയ കളികളിൽ, കേരളത്തിൽ നടക്കുന്ന രാഷ്ട്രീയ കളികളിൽ പങ്കുള്ള ആരോ ചമച്ചുണ്ടാക്കിയതാണ് എന്നും പറയേണ്ടി വരും. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യുദ്ധമാണ്. 1, 2, 3 സ്വർണ്ണക്കടത്ത് സംഘങ്ങൾ തമ്മിൽ കേരളത്തിൽ പോരടിക്കുകയാണോ എന്നൊരു സംശയം ജനങ്ങളുടെ മനസ്സിൽ ബലപ്പെടുകയാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.